ഹായ് ഓൾ, ഗുഡ് ഈവനിങ്. വെൽക്കം ടു ചലഞ്ചർ ആപ്പ്. നമ്മുടെ ഇന്നത്തെ സെഷൻ, അതായത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് അപേക്ഷിച്ച ഉദ്യോഗാർത്ഥികളുടെ എണ്ണവും അതുപോലെ റാങ്ക് ലിസ്റ്റ് എപ്പോ വരും, നമ്മൾ ഏതൊരു പരീക്ഷയ്ക്ക് തയ്യാറാകുമ്പോൾ ഉദ്യോഗാർത്ഥികൾ ആദ്യം ചിന്തിക്കുന്നതാണ് അല്ലെ, എന്നത്തേക്ക് റാങ്ക് ലിസ്റ്റ് വരും തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൊണ്ട് ഡിസ്കസ് ചെയ്യുന്നത്. വെൽക്കം ടു ചലഞ്ചർ ആപ്പ്. ഞാൻ സജിത. അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചലഞ്ചർ ആപ്പ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ എനിക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. അതിനായിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാനൊരു ഫോം, നമ്മുടെ ആപ്പ് ലിങ്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഉണ്ട്. അതുവഴി നിങ്ങൾക്ക് കയറി ആപ്പ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. സോ നമുക്ക് ആദ്യം തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എല്ലാവരും കാത്തിരിക്കുന്ന ഏറ്റവും നല്ല കേരള PSCയിലെ വൺ ഓഫ് ദി എന്ന് പറയാം, അങ്ങനത്തെ ഒരു നോട്ടിഫിക്കേഷൻ ആണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്. അപ്പൊ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് നമ്മളോട് കോമ്പീറ്റ് ചെയ്യാൻ, നമ്മളോട് മത്സരിക്കാൻ എത്ര ഉദ്യോഗാർത്ഥികളുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ച അപേക്ഷകരുടെ എണ്ണം കുറവാണ്, എന്നാലും 4.62 ലക്ഷം ഉദ്യോഗാർത്ഥികൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് ഓർത്തു വെക്കുക. ശരിക്കും കഴിഞ്ഞ പ്രാവശ്യത്തിലും കൂടുതലായിരുന്നു. ഈ പ്രാവശ്യം 4.62 ആണ് ഉദ്യോഗാർത്ഥികളുടെ എണ്ണം. അപ്പൊ കേരള PSC ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, പ്രിലിംസ്, മെയിൻസ് സെയിം ടൈം, അതിനുശേഷം ഒരു ഇന്റർവ്യൂ. സോ 3 ഘട്ടങ്ങളിലായിട്ടായിരിക്കും നടക്കുന്നത്. അപ്പൊ ആദ്യത്തെ പ്രിലിമിനറി ഡേറ്റും വന്നു കഴിഞ്ഞിട്ടുണ്ട്. മെയ് മാസത്തിൽ പ്രിലിംസ് നടക്കും. മെയിൻസ് എന്ന് പറയുന്നത് ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെയുള്ള മാസങ്ങളിലാണ് മെയിൻസ് നടക്കും. ദെൻ അതിനുശേഷം ഒരു ഇന്റർവ്യൂ ഉണ്ടാവും. അതിനുശേഷം ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരുന്നത് ഏപ്രിൽ മാസത്തിലായിരിക്കും. ഇതാണ് നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ ഒരു ഏകദേശം, അതായത് എത്ര ആപ്ലിക്കൻസ് ഉണ്ട്, അതുപോലെ എക്സാം ഡീറ്റെയിൽസ്, സെലക്ഷൻ പ്രോസസ്സും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി സിലബസ് നമ്മൾ ഓൾറെഡി ഇതിനു മുമ്പുള്ള ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്. അതായത് പ്രിലിംസിന്റെയും മെയിൻസിന്റെയും സിലബസുകൾ തമ്മിൽ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ചെറുതെന്ന് വെച്ചാൽ മെയിൻസ് വരുമ്പോൾ നിങ്ങൾക്കറിയാം കുറച്ചും കൂടെ ഡീപ്പായിട്ട് പഠിക്കാം. പിന്നെ ലാസ്റ്റ് ടൈമിൽ കട്ട് ഓഫ് ഭയങ്കര കുറവായിരുന്നു, അതുകൊണ്ട് ഈ പ്രാവശ്യവും കട്ട് ഓഫ് കുറവായിരിക്കും. അങ്ങനത്തെ ഒരു തിങ്കിങ്ങിലൊന്നും നിങ്ങൾ പഠിക്കരുത്. കോമ്പറ്റീഷൻ നന്നായിട്ടുണ്ട്. ബിക്കോസ് ഒരുപാട് ഉദ്യോഗാർത്ഥികള് ഈ പരീക്ഷയ്ക്കായിട്ട് തയ്യാറാവുന്നവരുണ്ട്. അപ്പൊ ആ ഒരു തിങ്കിങ് മനസ്സിൽ വെച്ചിട്ട് ഇനിയുള്ള ദിവസങ്ങളിൽ നന്നായിട്ട് പഠിക്കുക. മാക്സിമം PYQs ചെയ്ത് പഠിക്കുക. ഇംഗ്ലീഷ്, മാത്സ്, അതുപോലെ തന്നെ മലയാളം, അത് സിലബസ് കംപ്ലീറ്റ് ചെയ്യണം. ബാക്കിയുള്ള GK പോർഷൻസ് ആണെങ്കിലും, ഈവൻ നിങ്ങൾ ഏതെങ്കിലും ഓൺലൈനിലൊക്കെ ജോയിൻ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ക്ലാസ്സുകളെല്ലാം കണ്ടിട്ട് വേണം പോകാനായിട്ട്. ഇനി നല്ലൊരു കോച്ചിങ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ചലഞ്ചർ ആപ്പിൽ ഇതിന്റെ ബാച്ച് അവൈലബിൾ ആണ്. നമ്മുടെ ക്ലാസ്സുകൾ ലൈവും റെക്കോർഡ് ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ട്, എക്സാംസും ഇ-ബുക്കും ടെസ്റ്റ് സീരീസും ഒക്കെ അവൈലബിൾ ആണ്. അപ്പൊ കോഴ്സ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവര് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കസ്റ്റമർ കെയറിന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലൊക്കെ എത്തിക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഓൾ.